ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വഖഫ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫ അമ്മാ ബഅദ്. ബഹുമാനരായ ഉലമാക്കളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇർഷാദുൽ അഇമ്മ പ്രഭാഷണ ഗ്രൂപ്പ് ഡയറക്ടർ CA മൂസ മൗലവി മൂവാറ്റുപുഴ. ഈ ആഴ്ചയിലെ നമ്മുടെ വിഷയം എന്തുകൊണ്ട് നാം അവഗണിക്കപ്പെടുന്നു എന്നതാണ്. വിഷയത്തിലേക്ക് പ്രവേശിക്കാം. മുസ്ലിം സമുദായത്തിന് പൊതുസമൂഹത്തിൽ നിന്ന് അർഹതപ്പെട്ട അംഗീകാരവും ആദരവും പൊതുവെ ലഭിക്കുന്നില്ല എന്ന് പരിതപിക്കുന്നവരും സങ്കടം പറയുന്നവരുമാണ് നമ്മളെല്ലാവരും. വ്യക്തിപരമായ സംസാരങ്ങളിലായിരുന്നാലും പൊതുവേദികളിൽ പ്രഭാഷണം നടത്തുന്ന ആളുകളായിരുന്നാലും സമുദായം അർഹിക്കുന്ന, സമുദായത്തിന് കിട്ടേണ്ട അംഗീകാരവും സ്വീകാര്യതയും ലഭിക്കാതെ പോകുന്നു എന്ന് പറയുന്നവരാണ് എല്ലാവരും. ഇന്ന് എല്ലാ ഭാഗത്തു നിന്നും മുസ്ലിങ്ങളെ മാറ്റി നിർത്തുകയും അവഗണിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ പരിഹരിക്കാനോ ആളില്ലാത്ത ഒരവസ്ഥയാണ്. മുസ്ലിങ്ങളാണോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും അത് പറയാനും അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് അതിലിടപെടാനും ആളുകളില്ലാത്ത ഒരവസ്ഥ പൊതുവെ വരുന്നുണ്ട്. മുസ്ലിം പ്രശ്നത്തിൽ ഇടപെട്ടാൽ അത് വർഗീയമാകുമോ, മറ്റുള്ളവർക്ക് വല്ല ഇഷ്ടക്കേടുമുണ്ടാകുമോ എന്ന ആശങ്ക പൊതുവെ എല്ലാവരെയും ബാധിച്ചിരിക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു മർമ്മം. മുസ്ലിം പ്രശ്നത്തിൽ ഇടപെട്ടാൽ നമ്മളൊരു തരം മുസ്ലിം വർഗീയവാദി, അതിനെ പിന്തുണയ്ക്കുന്നവരാകുമോ എന്ന ഒരു ആശങ്ക പൊതുസമൂഹത്തിൽ പല കാരണങ്ങളാലും പടർന്നുകൊണ്ടിരിക്കുകയാണ്. അവകാശങ്ങൾ നേടിയെടുക്കാനും നീതി നിഷേധം തടയാനും ഏറ്റവും അധികം ഉപകാരപ്പെടുന്ന മേഖലയാണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയ രംഗം അഥവാ അധികാര രംഗം. അവിടെയും ഈ മാറ്റി നിർത്തലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ നമുക്ക് നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങൾ നമുക്ക് സ്വയം നേടിയെടുക്കാനും ആ അവകാശങ്ങൾ നേടി സമുദായത്തിന് കൊടുക്കാനും നീതി നിഷേധത്തെ തടയാനും സാധിക്കണമെങ്കിൽ രാഷ്ട്രീയ രംഗത്തും നമ്മൾ ഒരു സംഘശക്തിയായി വളർന്നു വരേണ്ടതുണ്ടല്ലോ. പക്ഷെ അവിടെയും മാറ്റി നിർത്തപ്പെടുകയാണ് സമുദായം. മുമ്പ് ലോക്സഭയിലും രാജ്യസഭയിലും ഉണ്ടായിരുന്ന അംഗബലം ഇന്ന് മുസ്ലിമീങ്ങൾക്കില്ല. ഇത് മുസ്ലിങ്ങളുടെ എണ്ണം കുറഞ്ഞു പോയത് കൊണ്ടല്ലല്ലോ, പല കാരണങ്ങളാലും. പണ്ട് മുസ്ലിമീങ്ങൾക്ക് ലോക്സഭയിലോ രാജ്യസഭയിലോ ഉണ്ടായിരുന്ന അംഗബലം ഇന്നില്ല. ഇപ്പൊ ലോക്സഭയിൽ ഡയറക്റ്റ് തിരഞ്ഞെടുക്കപ്പെടുന്നവരും അതുപോലെ തന്നെ നേർക്ക് നേരെ കേന്ദ്ര സർക്കാർ ഭരണ പ്രദേശങ്ങളിൽ നിന്ന് പോകുന്നവരും ഒക്കെയായ അംഗങ്ങൾ ഉൾപ്പെടെ 543 അംഗങ്ങളാണ് ലോകസഭയിൽ വരുന്നത്. ഈ 543 അംഗങ്ങളിൽ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നത് 24 പേരാണ്. 543-ൽ മുസ്ലിം പ്രാതിനിധ്യം 24 പേരാണ്. ഇനി രാജ്യസഭയുടെ അവസ്ഥ എടുത്താലോ, ഏറ്റവും പ്രധാനപ്പെട്ട രാജ്യസഭയുടെ അവസ്ഥ എന്താ? 245 അംഗങ്ങളിൽ 4 മുസ്ലിങ്ങൾ മാത്രമാണ് രാജ്യസഭയിലുള്ളത്. സത്യം പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടിത്തരാനും നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കാനും നിഷേധിക്കപ്പെടുന്ന അവകാശങ്ങളെ നമുക്ക് വേണ്ടി പറഞ്ഞ് അവതരിപ്പിച്ച് വാങ്ങിത്തരേണ്ടവരുമായ അധികാര മേഖലയിൽ മുസ്ലിം സമുദായത്തിന് പ്രാതിനിധ്യം വളരെ കുറഞ്ഞു പോകുന്നു. മുസ്ലിം സമുദായത്തിന്റെ പിന്നോക്കാവസ്ഥ പഠിക്കാൻ വേണ്ടി ഇവിടെ നിശ്ചയിക്കപ്പെട്ട ഒരു കമ്മീഷനായിരുന്നു സച്ചാർ കമ്മീഷൻ. മുമ്പ് മുസ്ലിം കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച സർക്കാരിന്റെ ഒരു കമ്മീഷനാണ് മുസ്ലിം സമുദായം നേരിടുന്ന പിന്നോക്കാവസ്ഥ എന്താണ്, ആ പിന്നോക്കാവസ്ഥ എത്ര ആഴത്തിലുണ്ട്, അതിനെന്തെല്ലാം പരിഹാരം ഉണ്ടാക്കാം എന്ന് ഇവിടെ പഠനം നടത്തി പരിഹാരം നിർദ്ദേശിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ മുമ്പ് നിശ്ചയിച്ച രജീന്ദ്രൻ സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്ന കാര്യങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ അങ്ങേയറ്റം ദയനീയമാണെന്നാണ് പറയുന്നത്. അതിലെ പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ ഒരു പോയിന്റായിട്ട് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ: ഒന്ന്, മുസ്ലിം സമുദായം ദളിതരേക്കാൾ പിന്നോക്കാവസ്ഥയിലാണ്. ഇതിപ്പോ കേരളത്തിൽ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യമല്ല. കേരളത്തിൽ നിന്നുകൊണ്ട് സംസാരിച്ചാല്, കാരണം കേരളത്തിന്റെ വിദ്യാഭ്യാസവും ഗൾഫ് സാഹചര്യങ്ങളും കേരളത്തിന്റെ വിദ്യാഭ്യാസ ശക്തിയും മുസ്ലിമീങ്ങളുടെ സംഘശക്തിയും മുസ്ലിമീങ്ങൾ ഒത്തൊരുമിച്ച് നിന്ന് സമാധാനപരമായി പ്രവർത്തിച്ച് നേടിയെടുത്ത ആ ഒരു ശക്തി കേരളത്തിൽ നിൽക്കുന്നു. കേരളം ഒഴിവാക്കി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോയാൽ ദളിത് സമൂഹത്തെക്കാൾ പിന്നിലാണ് മുസ്ലിമീങ്ങൾ. അവരുടെ അവസ്ഥ അതാണ്. വിദ്യാഭ്യാസപരമായി വളരെ പുറകിലാണ്. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ടാണ്
പല നിലയ്ക്കുള്ള സംവരണങ്ങളും മുസ്ലിമീങ്ങൾക്ക് ഏർപ്പെടുത്തണമെന്ന് അന്ന് സച്ചാർ പറഞ്ഞത്. പക്ഷേ ആ ആ സംവരണങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുന്നു കേന്ദ്രത്തിൽ. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നു. മൂന്നാമത്തെ സംഗതി, ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ് മുസ്ലിമീങ്ങൾ. ഇന്ത്യയുടെ ശരാശരി ദാരിദ്ര്യ രേഖയായി നിശ്ചയിക്കപ്പെട്ടത് ഏതാണോ അതിന്റെ താഴെയാണ് പൊതുവെ മുസ്ലിം സമുദായം. അധിക പേരും താമസിക്കുന്നത് ചേരി പ്രദേശങ്ങളിലാണ്. വടക്കേ ഇന്ത്യയിലേക്ക് ചെന്നാൽ നമുക്ക് കാണാം ചേരി പ്രദേശങ്ങളിലാണ്. ഒരു ടാർപോളിൻ വലിച്ചു കെട്ടി ഒരു ചെറിയ ഒരു ഒരു ചെറിയ നമ്മുടെയൊക്കെ വീടിന്റെ ഒരു മുറിയുടെ പോലും വലിപ്പമില്ലാത്ത ഒരു ചെറിയ ടാർപോളിൻ വലിച്ചു കെട്ടി അതിൻ്റെ അകത്ത് വാപ്പയും ഉമ്മയും മക്കളും മരുമക്കളും പേരക്കുട്ടികളും എല്ലാവരും കൂടി ഭക്ഷണമുണ്ടാക്കുന്നതും കിടക്കുന്നതും ഉറങ്ങുന്നതും എല്ലാം ഒരു ടാർപോളിന്റെ കീഴിലാണ്. ഇങ്ങനെയുള്ള ചേരി പ്രദേശങ്ങളിലാണ് മുസ്ലിമീങ്ങൾ അധിക പേരും താമസിക്കുന്നത്. അപ്പൊ സമുദായത്തിന്റെ യഥാർത്ഥ അവസ്ഥ എന്താ? ദളിത് വിഭാഗത്തെക്കാൾ താഴെയാണ്, വിദ്യാഭ്യാസ രംഗത്ത് പുറകിലാണ്, അതേപോലെ ദാരിദ്ര്യ രേഖയ്ക്ക് താഴെയാണ്, അധിക പേർക്കും സ്വന്തമായി വീടുകളില്ല, ചേരി പ്രദേശങ്ങളിലാണ് താമസിക്കുന്നത്. ഇങ്ങനെ എല്ലാ നിലയിലും മുസ്ലിം സമുദായം പിന്നോക്കം പോവുകയും അവഗണിക്കപ്പെടുകയും എല്ലാവരാലും കൂടുതൽ കൂടുതൽ കൈവിടപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥ വരുന്നു എന്ന് മാത്രമല്ല, ഇപ്പോ വീണ്ടും ആ പാർശ്വവൽക്കരണം കൂടുതൽ അതിശക്തമായ നിലയ്ക്ക് വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞുപോയി എന്നല്ല, ഇപ്പോൾ വീണ്ടും നടന്നുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഇടപെടാനോ സംസാരിക്കാനോ ഇതിനു വേണ്ടി ഒരു പരിഹാരമുണ്ടാക്കാനോ ഇവിടെ ആർക്കും സാധിക്കുന്നില്ല എന്നതാണ് പൊതുവായിട്ടുള്ളൊരവസ്ഥ. ഇതാരുടെയെങ്കിലും കുറ്റം കൊണ്ടല്ല, അങ്ങനെ സാധിക്കുന്നില്ല പൊതുവെ. നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ ആഴ്ച ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തു. മലയാളികളായ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തൊരവസ്ഥയുണ്ടായി. രാജ്യത്ത് വലിയ കോളിളക്കമുണ്ടായ സംഭവമാണ്. നമ്മുടെ കേരളമാകെ ഇളകി മറിഞ്ഞു. അതിനെ തുടർന്നുണ്ടായ കോലാഹലങ്ങൾ എന്തൊക്കെയാണ്? ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് അന്യായമാണ് എന്നാണ് നമ്മുടെ അഭിപ്രായം. നമ്മൾ ആ അറസ്റ്റിനെ വിമർശിക്കുന്നവരാണ്, എതിർക്കുന്നവരാണ്, അതിൽ പ്രതിഷേധിച്ചവരാണ്. മുസ്ലിം നേതാക്കന്മാർ പറഞ്ഞല്ലോ ഈ അറസ്റ്റ് അന്യായമാണെന്ന് പറഞ്ഞല്ലോ. ഈ വിഷയത്തിൽ മുസ്ലിം സമുദായം ക്രൈസ്തവരോടൊപ്പമാണ് നിന്നത്. ഇതിൽ യാതൊരു സംശയമില്ല. ആ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തതും കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങളും 100% തെറ്റാണ് എന്ന് പറയുമ്പോൾ, പക്ഷേ ഇവിടെ നാം മറ്റൊരു കാര്യം മനസ്സിലാക്കണം. രാജ്യത്ത് നിരപരാധികളായ എത്രയോ മുസ്ലിമീങ്ങൾ തടവിൽ കഴിയുന്നു. കന്യാസ്ത്രീകൾ ഒരാഴ്ചയാണ് കഴിഞ്ഞതെങ്കിൽ ഇതൊരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ അല്ല, പതിറ്റാണ്ടുകളായി ജയിലിൽ കഴിയുന്ന നിരപരാധികളായ എത്രയോ സഹോദരന്മാർ. അവരെന്തിനാണ് അറസ്റ്റ് ചെയ്തത് എന്ന് അവർക്ക് തന്നെ അറിയില്ല. അവരുടെ പേരിൽ വിചാരണ തുടങ്ങിയിട്ടില്ല. വിചാരണ നടക്കുമ്പോഴാണല്ലോ തെളിവുകളുടെ വിസ്താരം വരേണ്ടത്. വിചാരണ വരുമ്പോഴാണല്ലോ തെളിവുകൾ വരുന്നത്. തെളിവുകൾ പരിശോധിക്കുമ്പോഴാണല്ലോ കോടതിക്ക് ഈ അറസ്റ്റും ഈ ജയിൽ താമസവും ഇതെല്ലാം ന്യായമാണോ അല്ലോ എന്ന് പറയാൻ പറ്റുക. എല്ലാ നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു മനുഷ്യനെ പിടിച്ച് ജയിലിൽ ഇടുന്നു. അയാളുടെ വിചാരണ പോലും തുടങ്ങാതെ, വിചാരണയ്ക്ക് കാലാവധിയുണ്ട്, അങ്ങനെ വിചാരണ പോലും തുടങ്ങാതെ 1-2 വർഷമല്ല 10ഉം 20ഉം 30ഉം വർഷമായി ജയിലറകളിൽ കഴിയുന്ന എത്രയോ സാധുക്കളായ മുസ്ലിമീങ്ങൾ. ഈ അടുത്ത് തന്നെ ബോംബെ കോടതി കുറെ പേരെ പുറത്തുവിട്ടു. ആ പുറത്തുവിട്ട ആളുകൾ പറയുന്നത് ഞങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല, നിരപരാധികളായിരുന്നു, പിടിച്ചുകൊണ്ടുപോയി, വർഷം ഒരുപാടായി ജയിലിൽ. 20ഉം 30ഉം വർഷം കഴിയുമ്പോഴാണ് പലരെയും വിടുന്നത്. ചെറുപ്പക്കാരനായി പോയ പലരും ഇന്ന് വടികുത്തിപ്പിടിച്ച് നീണ്ട നരച്ച താടിയുമായി വരുന്ന വൃദ്ധന്മാരായി പുറത്തു വരുന്ന അവസ്ഥ. ഇതില് എന്തെങ്കിലും പ്രതിഷേധം രാജ്യത്ത് നടക്കുന്നുണ്ടോ? ഇല്ല. ഇതിനെന്തെങ്കിലും പരിഹാരമുണ്ടോ? ഇല്ല. ഇതിലാരെങ്കിലും ഇടപെടൽ നടത്തുന്നുണ്ടോ? ഇല്ല. പാർലമെന്റിൽ പ്രതിഷേധമുണ്ടോ? ഇല്ല. സമുദായത്തെ എല്ലാ നിലയ്ക്കും അവഗണിക്കപ്പെടുകയും സമുദായത്തിന്റെ കാര്യം വരുമ്പോൾ ഞങ്ങളത് പറഞ്ഞാൽ കുഴപ്പമാകുമോ എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഇന്ന് രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇങ്ങനെ എല്ലാ നിലയിലും മുസ്ലിം സമുദായത്തെ അവഗണിക്കുമ്പോൾ അതിന് ഭൗതികമായ പല കാരണങ്ങളും നമുക്ക് പറയാനുണ്ടാകും. നമ്മൾ ആ കാരണങ്ങളൊന്നും എതിർക്കുന്നില്ല. വളരെ സൂക്ഷിച്ച് സംസാരിക്കാം. ഇവിടെ വളരെ ശ്രദ്ധയോടെ സംസാരിക്കണം. ഇങ്ങനെ മുസ്ലിം സമുദായം പിന്നോക്കം പോകുന്നതിന് ഭൗതികമായ പല കാരണങ്ങളും ഉണ്ടാകാം. കാരണങ്ങൾക്ക് പലർക്കും പല കാരണങ്ങളും പറയാനുണ്ടാകും. ചിലർ പറയുന്നു നമ്മൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഈ അഭിപ്രായങ്ങളിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. ആ അഭിപ്രായങ്ങളൊക്കെ ശരിയായിരിക്കാം. എന്നാൽ മുസ്ലിം സമുദായം ഇങ്ങനെ അവഗണിക്കപ്പെടുകയും പുറകോട്ട് പോവുകയും ചെയ്യുന്നതിന്
മതപരമായ വല്ല കാരണങ്ങളുമുണ്ടോ എന്നാണ് ജുമാ പ്രഭാഷണത്തിൽ നമ്മൾ ചിന്തിക്കുകയും ആലോചിക്കുകയും ചെയ്യേണ്ടത്. മുസ്ലിം സമുദായം പുറകോട്ട് പോകുന്നതിന് എന്തെങ്കിലും മതപരമായ കാരണങ്ങളുണ്ടോ? ശരിക്കും പരിശോധിച്ചു നോക്കുമ്പോൾ നാം കാണുന്ന ഒരു കാര്യമുണ്ട്. അള്ളാഹുവിനെ പരിഗണിക്കുന്നവരെ അള്ളാഹു പരിഗണിക്കുമെന്നും അള്ളാഹുവിനെ പരിഗണിക്കാത്തവരെ അള്ളാഹു പരിഗണിക്കുകയില്ല എന്നുമുള്ള ഒരാശയം ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ദീനിൽ നമ്മൾ കാണുകയാണ്. നേർക്ക് നേരെ പറഞ്ഞാൽ, അള്ളാഹുവിനെ പരിഗണിക്കാതെ വരുമ്പോൾ അള്ളാഹു അവരെ പരിഗണിക്കുകയില്ല. അള്ളാഹുവിനെ മാനിക്കാതെ വരുമ്പോൾ അള്ളാഹു തിരിച്ചവരെ മാനിക്കുകയില്ല. അള്ളാഹുവിനെ ബഹുമാനിക്കാതെ വരുമ്പോൾ അള്ളാഹു അവരെയും ബഹുമാനിക്കുകയില്ല. അള്ളാഹുവിനെ അംഗീകരിക്കാതെ വരുമ്പോൾ അള്ളാഹു അവർക്ക് അംഗീകാരം നൽകുകയില്ല എന്ന ഒരു വലിയ ആശയം ബഹുമാനപ്പെട്ട ഇസ്ലാം ദീനിൽ നമ്മൾ കാണുന്നു. ഉലമാക്കൾ പറയുന്നു, മിൻ അഅ്ളമിൽ ളുൽമി വൽ ജഹ്ലി, ഏറ്റവും വലിയ അക്രമം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. മിൻ അഅ്ളമിൽ ളുൽമ്, ഏറ്റവും വലിയൊരു അക്രമം, വൽ ജഹൽ, ഏറ്റവും കടുത്ത ഒരു വിവരദോഷം നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. ഏറ്റവും വലിയ അക്രമവും ഏറ്റവും വലിയ വിവരക്കേടും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. എന്താണത്? അൻ തത്ലുബ തഅലീമ, നീ ബഹുമാനത്തെ ആഗ്രഹിക്കുന്നു, തേടുന്നു. വ തൗഖീറ, ആദരവിനെയും നീ തേടുന്നു. മിനന്നാസി, ജനങ്ങളിൽ നിന്ന് നീ തേടുന്നു. ഇത് വ്യക്തികളെ ബാധിക്കുന്ന പ്രശ്നമാണ്. നമ്മളിൽ ഓരോ വ്യക്തികളെയും ബാധിക്കുന്ന പ്രശ്നമാണ്. സമൂഹത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. സംഘടനകളെ ബാധിക്കുന്ന പ്രശ്നമാണ്. സമുദായത്തെ ബാധിക്കുന്ന പ്രശ്നമാണ്. വ്യക്തികളെ ബാധിക്കും, ഇത് സംഘടനകളെ ബാധിക്കുന്ന പ്രശ്നമാണ്. അഥവാ വ്യക്തികളുടെ കാര്യമാണിത്, സംഘടനകളുടെ കാര്യമാണ്, സമുദായത്തിന്റെ കാര്യമാണ്. എന്താണ്? നമ്മൾ ജനങ്ങളിൽ നിന്ന് ബഹുമാനം ഉണ്ടാക്കിയെടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. മുസ്ലിം സമുദായത്തെ മറ്റ് മതസ്ഥരെല്ലാം ബഹുമാനിച്ചോളണം നമ്മളിങ്ങനെ ആഗ്രഹിക്കുന്നു. നമ്മളെ എല്ലാവരും ബഹുമാനിക്കണം, നമ്മുടെ പ്രസ്ഥാനത്തെ എല്ലാവരും ബഹുമാനിക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. പക്ഷേ വഖൽബുക ഖാലിം മിൻ തഅലീമില്ലാഹി വതൗഖീരിഹി, വഖൽബുക, നിന്റെ ഹൃദയം, ഖാലിൻ, അത് ഒഴിവായിരിക്കുന്നു, മിൻ തഅലീമില്ലാഹി, അല്ലാഹുവിനെ ആദരിക്കുന്നതിനെ തൊട്ടും, വതൗഖീരിഹി, അല്ലാഹുവിനെ ബഹുമാനിക്കുന്നതിനെ തൊട്ടും ആദരിക്കുന്നതിനെ തൊട്ടും. അപ്പൊ എന്താ പറഞ്ഞതിന് ചുരുക്കം? അള്ളാഹുവിനെ ആദരിക്കാൻ നമ്മൾ തയ്യാറല്ല. നമ്മളെ ജനങ്ങൾ ആദരിച്ചു കൊള്ളണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. മലയാളത്തിൽ പറഞ്ഞാൽ, പടച്ചവനെ നമ്മൾ പരിഗണിക്കുന്നില്ല, ജനം നമ്മളെ പരിഗണിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് മിൻ അഅ്ളമിൽ ളുൽമി വൽ ജഹ്ലി, ഏറ്റവും വലിയ വിവരദോഷവും ഏറ്റവും വലിയ അക്രമവുമാണ് ഇത് എന്നാ പറയുന്നത്. നമ്മൾ അള്ളാഹുവിനെ പരിഗണിക്കണം, അപ്പോഴേ അള്ളാഹ് നമ്മളെ പരിഗണിക്കുള്ളൂ. നമ്മൾ അള്ളാഹുവിനെ അംഗീകരിച്ചാൽ ജനം നമ്മളെ അംഗീകരിക്കുള്ളൂ. നമ്മൾ അള്ളാഹുവിനെ ആദരിക്കുമ്പോൾ ജനം നമ്മളെ ആദരിക്കും. നമ്മൾ അള്ളാഹുവിനെ മാനിക്കുമ്പോൾ ജനം നമ്മളെ മാനിക്കും. നാം പടച്ചവന് വില കൽപ്പിക്കുമ്പോൾ ജനം നമുക്ക് വില കൽപ്പിക്കും എന്ന ഇസ്ലാമിൻ്റെ ഏറ്റവും സുന്ദരമായ ആശയമാണ് ഇവിടെ പറയുന്നത്. നമ്മളെ ജനങ്ങൾ അംഗീകരിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ഒറ്റ പരിഹാരമേ ഉള്ളൂ, നാം അള്ളാഹുവിനെ അംഗീകരിക്കുക. നമ്മളെ മറ്റുള്ളവർ ബഹുമാനിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നാം അള്ളാഹുവിനെ ബഹുമാനിക്കുക. നമ്മളെ മറ്റുള്ളവർ ഇഷ്ടപ്പെടണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നാം അള്ളാഹുവിനെ, അവൻ്റെ താല്പര്യങ്ങളെയും ഇഷ്ടപ്പെടുക. നമ്മളെ മറ്റുള്ളവർ സ്വീകരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ? നാം അള്ളാഹുവിൻ്റെ താല്പര്യങ്ങളെ സ്വീകരിക്കുന്നവരാവുക. നമുക്ക് സമൂഹത്തിൽ അംഗീകാരം കിട്ടണമോ? അള്ളാഹുവിന് നമ്മൾ അംഗീകാരം കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ പരിഹാരം. വിശുദ്ധ ഖുർആൻ ഈ ആശയം വളരെ മനോഹരമായി വിശുദ്ധ ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ, നിങ്ങൾ അള്ളാഹുവിൻ്റെ താല്പര്യത്തിന് സഹായകമായി നിന്നാൽ, യൻസുറുക്കും, അള്ളാഹു നിങ്ങളെയും സഹായിക്കും. ഇൻ തൻസുറുല്ലാഹ, എത്ര വ്യക്തമാണ്! ഇൻ ഷർത്തല്ലേ? ഇൻ ഷർത്താണ്, അത് ഉപാധിയാണ്. ഇൻ തൻസുറുല്ലാ, നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കണം, അഥവാ അള്ളാഹുവിൻ്റെ താല്പര്യങ്ങളെയും അവൻ്റെ ദീനിനെയും അവൻ്റെ വഴിയെയും നിങ്ങൾ സഹായിക്കണം. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അതിൻ്റെ പരിഹാരം യൻസുർക്കും, അള്ളാഹ് നിങ്ങളെ സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാലുകളെ അള്ളാഹു ഉറപ്പിച്ചു നിർത്തും. എന്ന് പറഞ്ഞാൽ, എത്ര കൊടുങ്കാറ്റ് വന്നാലും ഇളകാതെ, ചായാതെ, ചെരിയാതെ, തകരാതെ, വീഴാതെ അള്ളാഹു നിങ്ങളെ പിടിച്ചു നിർത്തും എന്നർത്ഥം. എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടായാലും നിങ്ങളുടെ കാലിടറാതെ നിങ്ങളെ അള്ളാഹു പിടിച്ചു നിർത്തും. നിങ്ങൾ എന്ത് ചെയ്യണം? ഇൻ തൻസുറുല്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ താല്പര്യങ്ങളെ സഹായിക്കണം. എന്ന് പറഞ്ഞാൽ അള്ളാഹു ഇഷ്ടപ്പെട്ട വഴികളിൽ സഹായകമായി നിങ്ങൾ നിലകൊള്ളണം. അങ്ങനെയാണെങ്കിൽ എൻസുർക്കും, അള്ളാഹു നിങ്ങളെ സഹായിക്കും. ഇപ്പൊ അള്ളാഹുവിൻ്റെ സഹായവും അംഗീകാരവും, ജനങ്ങളുടെ സ്വീകാര്യതയും അംഗീകാരവും ബഹുമാനവും ഇഷ്ടവും
നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരൊറ്റ കാര്യമേ ഉള്ളൂ. ഇൻ തൻസുറുല്ലാ, നിങ്ങൾ അള്ളാഹുവിൻ്റെ വഴിയെ, അവൻ്റെ ദീനിനെ ബഹുമാനിച്ചും അംഗീകരിച്ചുകൊണ്ടും നിങ്ങൾ ജീവിക്കുമോ, ഇത് മാത്രമേ അതിന് പരിഹാരമുള്ളൂ, വേറെ വഴിയൊന്നുമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, എന്തൊരു മോശമാണ് നിങ്ങൾ ചെയ്യുന്നതെന്ന് അള്ളാഹു പറയുകയാണ്. അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ മുഴുവനും കൈപ്പറ്റിക്കൊണ്ട് അള്ളാഹുവിനെ അംഗീകരിക്കാതെ ജീവിക്കുന്നത് എത്രയോ മോശമാണ്. യുർസിലിസ്സമാ അലൈക്കും മിദ്റാറ, അള്ളാഹു നിങ്ങൾക്ക് യഥേഷ്ടം മഴ വർഷിപ്പിക്കും. വയുംദിദുക്കും ബിഅംവാലിൻ വബനീന, നിങ്ങളെ സാമ്പത്തികമായി റബ്ബ് സഹായിക്കും, നിങ്ങളെ സന്താനങ്ങളെ കൊണ്ടും സഹായിക്കും. വയജഅൽ ലക്കും ജന്നാത്തിൻ, തോട്ടങ്ങളെ അള്ളാഹു കൃഷിഭൂമികളെ നിങ്ങൾക്ക് തരും. വയജഅൽ ലക്കും അൻഹാറ, നദികളെയും അള്ളാഹു നിങ്ങൾക്ക് തരും. പക്ഷേ മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, പക്ഷെ നിങ്ങൾ അള്ളാനെ മാനിക്കുന്നില്ലല്ലോ. മാലക്കും, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? ലാ തർജൂന, നിങ്ങൾക്ക് ആഗ്രഹമില്ലല്ലോ, നിങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ, നിങ്ങൾ ആലോചിക്കുന്നത് പോലുമില്ലല്ലോ. ലില്ലാഹി, അള്ളാഹുവിനോട് വഖാറ, നിങ്ങൾക്ക് ആദരവ് വേണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നില്ലല്ലോ. അത് ഖലഖക്കും അത്വാറ, ഘട്ടം ഘട്ടങ്ങളായി പല പല തട്ടുകളിലായി നിങ്ങളെ അള്ളാഹു സൃഷ്ടിച്ചവനല്ലേ. ആദ്യം നിങ്ങൾ ഈ മനിയിൽ നിന്ന് രക്തത്തുള്ളിയായി, പിന്നെ മാംസക്കട്ടയായി, പിന്നെ എല്ലുകൾ മുളച്ച് നിങ്ങൾ ഈ കോലത്തിൽ ജനിച്ച് വീണ് വളർന്ന് യൗവനത്തിലെത്തി, വിദ്യാഭ്യാസം തന്ന് നിങ്ങളെ യോഗ്യന്മാരാക്കി, ഇന്ന് നിങ്ങൾ യോഗ്യന്മാരായി വളർന്നു നിൽക്കുന്നു. ഇങ്ങനെ ഘട്ടം ഘട്ടമാക്കി നിങ്ങളെ വളർത്തിക്കൊണ്ടുവന്ന അനുഗ്രഹങ്ങൾ മുഴുവനും നിങ്ങൾക്ക് തന്നത് ഈ പടച്ചവനല്ലേ. എന്നിട്ടും മാലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹുവിനോട് നിങ്ങൾ എന്തുകൊണ്ടൊരു ആദരവോടുകൂടി പെരുമാറുന്നില്ല? ഇപ്പൊ ഇവിടെ വളരെ വ്യക്തമായ ഒരു ആശയം എന്താണ്? അള്ളാഹുവിനോട് ബഹുമാനം കാണിച്ച് ജീവിച്ചാൽ അള്ളാഹു നമ്മളോട്, സമൂഹ ജനങ്ങളെ കൊണ്ട് നമ്മളെ ബഹുമാനിപ്പിക്കും. അള്ളാഹുവിനെ നാം മാനിച്ചാൽ ജനങ്ങളെ കൊണ്ട് അള്ളാഹു നമ്മളെ മാനിക്കും. നാം അള്ളാഹുവിനെ മാനിച്ചാൽ ജനങ്ങളെ കൊണ്ട് നമുക്ക് സല്യൂട്ട് അടിപ്പിക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല, എന്നല്ലേ? അങ്ങനെ പക്ഷേ മറിച്ചാണ് സംഭവിക്കുന്നതെങ്കിൽ, അഥവാ അള്ളാഹുവിനെ മാനിക്കാത്ത ഒരവസ്ഥയാണ് ജീവിത രീതിയെങ്കിൽ, ജനമനസ്സുകളിൽ നിന്ന് മുസ്ലിം സമുദായത്തോടുള്ള അംഗീകാരവും ബഹുമാനവും പരിഗണനയും എല്ലാം അള്ളാഹു എടുത്തു കളയുമെന്നാണ് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുപ്രസിദ്ധമായ ഒരു ഹദീസ് ഉണ്ട്. ആ ഹദീസിൽ നബി തങ്ങൾ പറയുന്നത് നോക്കൂ, യൂഷിക്കുൽ ഉമമു, ജനങ്ങളായിത്തീരും, അൻ തദാ അലൈക്കും, നിങ്ങളുടെ നേരെ കൈനീട്ടുന്നവരാവും, കമാ തദാ അൽ അക്കലത്തു, ഭക്ഷണം കഴിക്കാനിരിക്കുന്നവർ കൈനീട്ടുന്നത് പോലെ, ഇല കസഅത്തിഹ, പാത്രങ്ങളിലേക്ക്. ഒരു പാത്രം നടുക്ക് വെച്ചിട്ട് അതിൽ നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം വെച്ചിട്ട് എല്ലാവരും വട്ടമിരിക്കുന്നവരുടെ നടുക്കൊണ്ട് വെച്ചാൽ എല്ലാവരും കൈയിട്ട് ആ പാത്രത്തിൽ നിന്ന് വാരും. എല്ലാവരും മിഠായി എടുക്കും, എല്ലാവരും നട്ട്സ് പറക്കും, എല്ലാവരും ഈത്തപ്പഴം എടുക്കും അതിൻ്റെ അകത്തുനിന്ന്. ഇതുപോലെ ചുറ്റും വട്ടം കൂടി നിന്ന്, വട്ടത്തിൽ കൂടി നിന്ന് ജനങ്ങൾ നിങ്ങളുടെ തലയിലേക്ക് കൈനീട്ടുകയാണ്, നിങ്ങളെ പെരുമാറുകയാണ്. എല്ലാ സ്ഥലത്തും എവിടെ ചെന്നാലും നിങ്ങളുടെ നേരെ ജനം കൈനീട്ടുകയാണ്. യൂഷിക്കുല്ലുമോൻ തദാ അലൈക്കും, നിങ്ങളുടെ നേരെ കൈനീട്ടും ജനങ്ങൾ, കമാ തദാ അൽ അക്കലത്തു ഇലാ ഖസ്അത്തിഹ, വട്ടം കൂടിയിരുന്ന പ്ലേറ്റിൽ നിന്ന് വാരിയെടുക്കുന്നത് പോലെ നിങ്ങളെ വാരിയെടുക്കും വട്ടം കൂട്ടി നിന്ന്. ഫഖാല ഖായിലുൻ, ഒരു മഹാനായ സ്വഹാബി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലരെ, എന്തുകൊണ്ടാണ് വമിൻ ഖില്ലത്തിൻ നഹ്നു യൗമഇദിൻ, അന്ന് നമ്മൾ എണ്ണത്തിൽ കുറഞ്ഞ ന്യൂനപക്ഷമായതാണോ നമ്മുടെ പ്രശ്നം? നമ്മൾ രാജ്യത്തെ ന്യൂനപക്ഷമായിപ്പോയി, ഭൂരിപക്ഷം വേറെ സമുദായമാണ്, നമ്മൾ ന്യൂനപക്ഷം ആയതുകൊണ്ടാണോ കുഴപ്പം? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ബൽ അന്തും യൗമഇദിൻ കസീർ, അല്ല, നിങ്ങൾ ഒരുപാടുണ്ട്, നിങ്ങൾ എണ്ണത്തിൽ ഒരുപാടുണ്ട്. ഒരുപാട് മുസ്ലിം രാജ്യങ്ങൾ, ഒരുപാട് സമ്പത്ത്, ഒരുപാട് നേതാക്കന്മാർ, ഈ രാജ്യത്താണെങ്കിൽ ഒരുപാട് ആളുകൾ, നിങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ എന്ത് സംഭവിച്ചെന്നറിയാമോ? വലാക്കിന്നക്കും ഊസാഉൻ കഊസാഇസ്സൈൽ, മലവെള്ളത്തിൽ ഒഴുകി വരുന്ന ചപ്പ് ചവറ് ചണ്ടികളെ പോലെ നിങ്ങളായിപ്പോയി, നിങ്ങൾ ചണ്ടികളായി മാറി. ആത്മാവ് നഷ്ടപ്പെട്ട, ഉള്ളു നഷ്ടപ്പെട്ട, കാമ്പും കാതലും നഷ്ടപ്പെട്ട, ഉൾവിചാരം നഷ്ടപ്പെട്ട വെറും ചണ്ടികളായി നിങ്ങൾ മാറി. മലവെള്ളം ഒഴുകി വരുമ്പോൾ, വലിയ മലവെള്ളപ്പാച്ചിൽ വരുമ്പോൾ പുഴയുടെ സൈഡിൽ കിടക്കുന്ന ചപ്പ് ചവറുകളെല്ലാം ആ വെള്ളത്തിലൂടെ ഒഴുകി ഒഴുകി താഴേക്ക് പോകും. ആ ചപ്പ് ചവറുകളെ കൊണ്ട് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടഞ്ഞു നിർത്താനാവില്ല. ആ ചപ്പ് ചവറുകൾ അതേപോലെ ഒഴുകിപ്പോകും താഴത്തേക്ക്. ഒന്നും ചെയ്യാൻ പറ്റില്ല ചപ്പ് ചവറിനെ കൊണ്ട്.
വെള്ളത്തിനോടൊപ്പം ഒഴുകലല്ലാതെ അതിനെ പ്രതിരോധിക്കാനോ പ്രതിഷേധിക്കാനോ മുന്നോട്ട് മാറാനോ സൈഡിലേക്ക് മാറി നിൽക്കാനോ രക്ഷപ്പെടാനോ അതിന് കഴിയില്ല. ഇതുപോലെ നിങ്ങളായി പോകും. വലാകിന്നക്കും ഉസാഉൻ കഉസാഇസ്സൈൽ വലയൻസിഅന്നല്ലാഹു അല്ലാഹു നീക്കം ചെയ്യും, നസഅ ചെയ്ത് കളയും, വലിച്ചൂരി കളയും എന്നാണ്. നസഅ വലയൻസിഅന്നല്ലാഹു അല്ലാഹു ഊരിക്കളയും, മിൻ സുദൂരി അദുവിക്കും നിങ്ങളുടെ ശത്രുക്കളുടെ ഹൃദയത്തിൽ നിന്ന്, അൽ മഹാബത്ത മിങ്കും നിങ്ങളോടുള്ള ബഹുമാനത്തെയും മതിപ്പിനെയും നിങ്ങളോടുള്ള എല്ലാ അംഗീകാരത്തെയും നിങ്ങളോടുള്ള എല്ലാ വിധത്തിലുള്ള സ്വീകാര്യതയും മഹാബത്ത് മതിപ്പ് ബഹുമാനത്തെയും അള്ളാഹു ഊരിക്കളയും. ശത്രുക്കളുടെ മനസ്സിൽ നിങ്ങളോട് 10 പൈസയ്ക്ക് വിലയില്ലാത്തൊരവസ്ഥ അള്ളാഹു ഉണ്ടാക്കി തീർക്കും. അതല്ലേ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത്? നമ്മുടെ കാര്യം പറയാൻ ആരുമില്ല, നമ്മളെ നോക്കാൻ ആളില്ല, നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, ആസാമിൽ ഇറക്കി വിടുന്നു. ഇപ്പോ മറുഭാഗത്ത് ബീഹാറിൽ ഇലക്ഷൻ നടക്കുന്നു. എത്ര ലക്ഷം മുസ്ലിം ലിസ്റ്റ് ആളുകളെയാണ് വോട്ടേഴ്സ് ലിസ്റ്റിൽ നിന്ന് വെട്ടിമാറ്റിയത്? ഇപ്പോൾ വോട്ടർ പട്ടിക വിവാദം നടക്കുകയാണല്ലോ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ബീഹാറിൽ മുസ്ലിങ്ങൾ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ഒരു സംസ്ഥാനമാണ് ബീഹാർ. എത്ര മുസ്ലിങ്ങളാണ്? അവിടെ നിന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് വോട്ടവകാശം പോലും നിഷേധിച്ച് പച്ചയ്ക്ക് വോട്ടർ പട്ടിക എന്നവരെ വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. ആരും ചോദിക്കാനില്ലാതെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതെന്തുകൊണ്ട് സംഭവിക്കുന്നു? ഇത് സംഭവിക്കുന്നത് അള്ളാഹുവിനോടുള്ള നമ്മുടെ മഹാബത്ത് നഷ്ടപ്പെട്ടപ്പോൾ ജനങ്ങൾക്ക് നമ്മളോട് മഹാബത്ത് നഷ്ടപ്പെട്ടു. നാം അള്ളാഹുവിനെ താലീം ചെയ്യാതെ വന്നപ്പോൾ ജനം നമ്മളെ താലീം ചെയ്യാതെ വന്നു. നാം അള്ളാഹുവിനെ അനുസരിക്കാതെ വന്നപ്പോൾ ജനം നമ്മളെ തിരസ്കരിച്ചു. നാം അള്ളാഹുവിനെ പരിഗണിക്കാതെ വന്നപ്പോൾ ജനങ്ങൾ നമ്മളെ പരിഗണിക്കാതെ പോയി. ഇതാണ് ഒറ്റ വാക്കിൽ. അതായത് നമ്മൾ ചെയ്തതിന് നമ്മളോട് തിരിച്ചു ചെയ്യുന്ന ഇത്രേ ഉള്ളൂ. അള്ളാഹുവിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ മാന? ഈ അള്ളാഹുവിനെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിനെ ആദരിക്കുക എന്ന് പറഞ്ഞാൽ അവൻ്റെ ദീനിൻ്റെ നിയമങ്ങളെ മാനിക്കുക, വിധിവിലക്കുകളെ മാനിക്കുക, അവൻ ബഹുമാനിച്ച അവൻ്റെ പള്ളികളെ ബഹുമാനിക്കുക, അവൻ ബഹുമാനിച്ച ഖുർആൻ ഹദീസിനെ ബഹുമാനിക്കുക, അവൻ ബഹുമാനിച്ച ആലിമീങ്ങളെ ബഹുമാനിക്കുക, അവൻ ബഹുമാനിച്ച എല്ലാ സംഗതികളെയും ബഹുമാനിക്കുക, അള്ളാഹുവിൻ്റെ ദീനിനെ ബഹുമാനിക്കുക. ഇതാണ് എൻ്റെ അർത്ഥം. ഇത് എവിടെ നമുക്ക് നഷ്ടപ്പെടുന്നു അവിടെ നമുക്ക് പ്രശ്നം വരും. മഹാനായ സയ്യിദുന ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനേക്കാളും വലിയ ഒരു പണ്ഡിതൻ ഈ സമുദായത്തിൽ ഇനി ആരാണ് വരാൻ? ആരാണ് അതിനേക്കാൾ വലിയൊരാളിനി ഉണ്ടാകാൻ? മഹാനായ സയ്യിദുന ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്ത് പേർഷ്യക്കാർക്കെതിരെ ഖാദിസിയയിൽ വെച്ചൊരു യുദ്ധം നടക്കാൻ പോവാണ്. ഖാദിസിയ യുദ്ധം എന്ന പേര് കേട്ട യുദ്ധം. സർവ്വസൈന്യാധിപനായിരുന്ന ബഹുമാനപ്പെട്ട സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾക്ക് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഒരു കത്ത് അയക്കുകയാണ്. ആ കത്തിൽ മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നം എന്താണ്, എന്തുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിന് ഈ പിന്നോക്കാവസ്ഥ, ബാക്ക്വേർഡ് ആയി പോകുന്ന, നമുക്കൊരു പരിഗണനയും കിട്ടാതെ അംഗീകാരമില്ലാതെ സ്വീകാര്യതയില്ലാതെ പോണതിൻ്റെ യഥാർത്ഥ കാരണം ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാളും വലിയൊരാൾ പറയാനില്ലല്ലോ. അമ്മാ ബഅദു, അവരുടെ കത്ത് തുടങ്ങുകയാണ്. ബിസ്മി ഹംദെല്ലാം കഴിഞ്ഞിട്ട് അമ്മാ ബഅദു ഫഇന്നി ആമുറുക. സഅദ് ബിൻ അബി വഖാസ് സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ട മഹാനായ റളിയല്ലാഹു അൻഹു മഹാനായ സഹാബിയാണ്. അവരോട് ഉമർ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാനരായ ഖലീഫ പറയുകയാണ്, ഇന്നി ആമുറുക, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു, ഒമം മഅക, നിങ്ങളുടെ കൂടെയുള്ള മിനൽ അജ്നാദി ജുനൂദ് സൈന്യത്തോടും, അപ്പം നിങ്ങളോടും നിങ്ങളുടെ കൂടെയുള്ള മുസ്ലിം പട്ടാളക്കാരോട് ഞാൻ കൽപ്പിക്കുന്നു, ബി തഖ്വല്ലാഹി, അള്ളാഹുവിനെ തഖ്വ ചെയ്യണം. നിങ്ങൾ സൈന്യം അവിടെ ഖാദിസിയയിൽ പോയിട്ട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോയിരിക്കല്ലേ, നിങ്ങൾ ആദ്യം യുദ്ധമല്ല ചെയ്യേണ്ടത്, ഒന്നാമത് ചെയ്യേണ്ടത് ബി തഖ്വല്ലാ, അള്ളാഹുവിനെ തഖ്വ ചെയ്യണം. അലാ കുല്ലി ഹാലിൻ, എല്ലാ സമയത്തും, ഒറ്റയ്ക്കായിരിക്കുമ്പോഴും സംഘത്തിലായിരിക്കുമ്പോഴും പരസ്യമായിരിക്കുമ്പോഴും രഹസ്യമായിരിക്കുമ്പോഴും നിങ്ങൾ തഖ്വയിലായിരിക്കണം. എന്തുകൊണ്ട്? തഖ്വ തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹിനെ പേടിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ശക്തി മനസ്സിലായോ? ഫൈന തഖ്വല്ലാഹി, കാരണം അള്ളാഹിനെ തഖ്വ ചെയ്യുക എന്ന് പറഞ്ഞാൽ അഫ്ളലുൽ ഉദ്ദത്തി അലൽ അദുവി, ശത്രുവിനെതിരെയുള്ള ഏറ്റവും വലിയ ഒരുക്ക്, തയ്യാറെടുപ്പ്, അതാണ് ഏറ്റവും വലിയ ആയുധം. അതാണ് അഫ്ളലുൽ ഉദ്ദത്തി, ഏറ്റവും വലിയ തയ്യാറെടുപ്പും ഒരുക്കവും തഖ്വയാണ്. അലൽ അദുവി, ശത്രുവിനെതിരെ. ശത്രുവിനെതിരെ നിങ്ങൾ ബോംബ് പൊട്ടിക്കലും അതുപോലെ തന്നെ പിന്നെ വാളെടുത്ത് വെട്ടലും കുത്തലും അതൊക്കെ രണ്ടാമതേ ഉള്ളൂ. ഒന്നാമത് ശത്രുവിനെതിരെ നിങ്ങൾ തയ്യാറെടുക്കേണ്ടത്, ശത്രുവിനെതിരെയുള്ള നിങ്ങളുടെ ഏറ്റവും വലിയ പവർ, ആറ്റമിക് പവർ എന്ന് പറയുന്നത് അഫ്ളലുൽ ഉദ്ദത്തി, ഏറ്റവും വലിയ തയ്യാറെടുപ്പ് നിങ്ങളുടെ സംവിധാനവും അലൽ അദുവി, അത് തഖ്വയായിരിക്കണം. വഅഖ്വൽ മക്കീദത്തി ഫിൽ ഹർബ്, നിങ്ങളുടെ യുദ്ധത്തിൽ ശത്രുവിനെ തറപറ്റിക്കാനുള്ള ഏറ്റവും വലിയ തന്ത്രം നിങ്ങൾ തഖ്വയുള്ളവരാവുക എന്നാണ്.
ശത്രുവിനെ തറപറ്റിക്കാനുള്ള തന്ത്രം, വാക്കുവൽ മക്കീദത്തി കെയ്ത്, തന്ത്രം, ആ തന്ത്രത്തിൽ ഏറ്റവും കവിയായ ശക്തമായ തന്ത്രം ഫിൽ ഹർബി, ഈ യുദ്ധത്തിലെ ഏറ്റവും ശക്തമായ തന്ത്രം തക്കുവയായിരിക്കണം. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത് ശത്രുവിനെതിരെയുള്ള ഭൗതിക പോരാട്ടം 2ാം സ്ഥാനത്താണ്, 1ാം സ്ഥാനത്ത് അള്ളാനെ പേടിച്ചോളണം എന്നാ പറയുന്നത്. എന്നിട്ട് അദ്ദേഹം കാരണം പറയുന്നു, ആ മുറുക്ക, ഞാൻ നിങ്ങളോട് കൽപ്പിക്കുകയാണ്, ഒമം മഴക്ക, നിങ്ങളുടെ കൂടെയുള്ള സൈന്യങ്ങളോട് ഞാൻ കൽപ്പിക്കുകയാണ്, അൻ തക്കൂനു, നിങ്ങളാകണം, അശദ്ദ ഇഹ്തിറാസൻ, ഏറ്റവും സൂക്ഷിക്കുന്നവരാകണം. ഹിർസ് ഇഹ്തിറാസൻ, ഇഹ്തിറസ, ഏറ്റവും അധികം സൂക്ഷ്മതയുള്ളവരാകണം. മിനൽ മആസി, പാപങ്ങളെ തൊട്ട് നിങ്ങൾ സൂക്ഷിക്കണം. മിങ്കും മിൻ അദുവിക്കും, നിങ്ങളുടെ ശത്രുക്കളെ നിങ്ങൾ സൂക്ഷിക്കുന്നതിനേക്കാളും. ശത്രു അതിലേ കയറി വരുമോ, ശത്രു ഇവിടെ വന്ന് ബോംബിടുമോ, ശത്രുക്കൾ അതിലേ വന്ന് വല്ലതും ചെയ്യുമോ, ഇങ്ങനെയൊക്കെ ഭയപ്പെടുന്നതിനേക്കാളും നിങ്ങൾ ഭയപ്പെടേണ്ടത് മഅസിയത്തിനെയാണ് ഭയപ്പെടേണ്ടത്. ഫൈന്ന ദുനൂബൽ ജയ്ഷി, കാരണം ഒരു സൈന്യത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുന്ന വീഴ്ചകളും പാപങ്ങളും അഹ്വഫു അലൈഹിം മിൻ അദുവിഹിം, ശത്രുവിനേക്കാൾ അവർ ഭയപ്പെടേണ്ട കാര്യമാണ്. കാരണം അത് പരാജയപ്പെടാൻ കാരണമാകും. ഇവിടെ നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? തഖ്വയോടുകൂടി ജീവിക്കാൻ ഒരു സമുദായം തയ്യാറായാൽ ശത്രു തന്നെ കീഴ്പ്പെട്ടു വരുമെന്നല്ലേ ഈ ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ സ്വകാര്യ ജീവിതത്തിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും നമ്മൾ തഖ്വയോടുകൂടി മുന്നോട്ട് പോകണം. അപ്പൊ ഇന്നത്തെ പ്രസംഗത്തിന്റെ ഒരു ഖുലാസ എന്ന് പറയുന്നത് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ, മുസ്ലിം സമുദായം, പൊതുസമൂഹം നമ്മളെ അംഗീകരിക്കുന്നില്ല എന്ന് പരാതി പറയുന്നവരാണ് നമ്മൾ. ആ പരാതി സത്യവുമാണ്. അവകാശങ്ങൾ നേടിയെടുക്കാനും അവകാശങ്ങൾ നിഷേധിക്കുന്നിടത്ത് അത് നിഷേധത്തെ തടഞ്ഞ് നമുക്കുള്ളത് വാങ്ങിയെടുക്കാനും ഏറ്റവും അധികം വേണ്ട അധികാര കേന്ദ്രമാണ് ഇന്നത്തെ രാഷ്ട്രരംഗമെങ്കിൽ ആ രാഷ്ട്രീയ മേഖലയിൽ മുസ്ലിം സമുദായത്തെ മാറ്റി നിർത്തുന്നു. പിന്നോക്കാവസ്ഥയിൽ മേൽ പിന്നോക്കാവസ്ഥയിലാണ് മുസ്ലിമീങ്ങൾ. പക്ഷേ മുസ്ലിമീങ്ങളുടെ കാര്യം നോക്കാൻ ആളുമില്ല. കന്യാസ്ത്രീ വിഷയമുണ്ടായപ്പോൾ രാജ്യം ഇളകി. അവരെ നോക്കാൻ ആളുണ്ട്, പക്ഷെ നമ്മുടെ കാര്യം പറയാൻ ആളില്ല. ഇങ്ങനെ ഒരു പിന്നോട്ട് പോകുമ്പോൾ അതിന് ഭൗതിക കാരണങ്ങൾ ഉണ്ടാകാം, ശരിയായിരിക്കാം. പക്ഷെ അതിനൊരു ആത്മീയ കാരണമുണ്ട്. ആ ആത്മീയ കാരണം എന്താ? അള്ളാനെ പരിഗണിക്കാതെ വന്നപ്പോൾ അള്ളാഹ് നമ്മളെ പരിഗണിക്കാതെ ആയി. അള്ളാനെ മാനിക്കാതെ വന്നപ്പോൾ അള്ളാഹ് നമ്മളെ മാനിക്കാതെ വന്നു. അള്ളാനെ നമ്മൾ കൈവിട്ടപ്പോൾ നമ്മളെ അള്ളാഹ് കൈവിട്ടു. ഇതാണ് എൻ്റെ ഒറ്റ വാക്കിലുള്ള ഉത്തരം. ഒമിൻ ആലമിൽ ദുൽമി വൽ ജഹ്ലി, അതാണ് എൻ്റെ മറുപടി. അത് ഖുർആന്റെ ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും വയുസബ്ബിത് അഖ്ദാമക്കും മാ ലക്കും ലാ തർജൂന ലില്ലാഹി വഖാറ, അള്ളാഹ് നിങ്ങൾ എന്തുകൊണ്ട് മാനിക്കണില്ല ഈ അനുഗ്രഹങ്ങളെല്ലാം തന്നിട്ട്? അങ്ങനെ മാനിക്കാതെ വന്നപ്പോൾ അള്ളാഹു നമ്മളെ കൈവിട്ട് കളഞ്ഞു. യൂഷിക്കുല്ലുമമു അൻ തദാ അലൈക്കും. ഇവിടെ മനസ്സിലാക്കേണ്ടത്, അള്ളാഹിനെ ബഹുമാനിക്കാന്ന് ഞാൻ പടച്ചോനെ ബഹുമാനമാണ് തസ്ബീഹ് ചൊല്ലുക എന്നല്ല. അള്ളാഹുവിൻ്റെ ദീനിനെ ബഹുമാനിക്കുക, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ ബഹുമാനിക്കുക, അള്ളാഹുമായി ബന്ധപ്പെട്ട എല്ലാത്തിനെയും ബഹുമാനിക്കുക. അങ്ങനെ ജീവിച്ചാൽ ആ തഖ്വ കൊണ്ട് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കത്ത് അതാണ് നമ്മളെ സൂചിപ്പിക്കുന്നത്. അള്ളാഹു അനുഗ്രഹിക്കും.